ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിനേക്കാളും നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇന്ന് ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. കുറേ പേര് ഒരു 1.5 വർഷമായിട്ട് കമൻറ്റ് ചെയ്യുന്നതാണ് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാ ഭാഗങ്ങളും മുന്നേയുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് കുറച്ച് കാണുന്നത് തന്നെയാണ്, എന്നാലും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഹോം ടൂർ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ജസ്റ്റ് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചാണ്, അപ്പോൾ അത് വിട്ടുപോയി. അപ്പോൾ ഞാൻ ഏച്ചീൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യെല്ലോ ക്ലാസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഹോബി ലേണിംഗ് ആപ്പാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഡാൻസിങ്, കുക്കിംഗ്, ഡ്രോയിങ്, സിംഗിങ് അങ്ങനെ പല ഹോബീസും ഉണ്ടാവും അല്ലേ പിള്ളേർക്ക്. അപ്പോൾ അവർക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ്. ആദ്യം തന്നെ പറയാം, ഇത് ഫ്രീ ആണ്, പൈസയൊന്നും അടക്കേണ്ട ആവശ്യമില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ലൈവായിട്ട് നമുക്ക് ഇരുന്നിട്ട് അവർ പഠിപ്പിക്കുമ്പോൾ നമുക്കത് വരച്ച് അത് ഫോളോ ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് നോക്കിയിട്ട് പഠിക്കാനും പറ്റും. നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഡാൻസ് ക്ലാസ്സസ് ആണോ, അതുപോലെ തന്നെ സിംഗിങ്ങിൻ്റെ വേണ്ടിയിട്ടുള്ളതാണോ, ഡ്രോയിങ് ആണോ, റൈറ്റിംഗ് ആണോ, കുക്കിംഗ് ആണോ, അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഹോബി ഏതാണോ അതിനനുസരിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ക്ലാസ്സും ടൈമും കാര്യങ്ങളും ഏത് സമയത്ത് ഏത് ദിവസങ്ങളിലാണെന്നൊക്കെ അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ മക്കൾക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതിൻ്റെ ക്ലാസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് പോയി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സസ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് യെല്ലോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഫ്രീ അല്ലേ. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് കുറേ കോൺടെസ്റ്റ് ഒക്കെ നടത്തും. അപ്പോൾ നമുക്ക് കുറേ പ്രൈസസ് ഒക്കെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒക്ടോബർ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആവും. അപ്പോൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം പ്രൈസസും കിട്ടും. ആപ്പിൾ ഐപാഡ്, ആമസോൺ വൗച്ചേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡൽസ്, അങ്ങനെ കുറേ പ്രൈസസ് ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഫ്രീ അല്ലേ. നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് മാസം ഇത്ര ഫീസൊക്കെ കൊടുത്തിട്ടല്ലേ നോർമലി പഠിക്കാറ്. അപ്പോൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, അത്രയേ ഉള്ളൂ. പേരൻസിനായാലും നല്ലതാണ്. പിള്ളേർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, വീട്ടിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ അവരെ എത്രത്തോളം അവർക്കത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ നമുക്ക് നോക്കാനും പറ്റും, വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ആകുമ്പോൾ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൻ്റെ മേലെ കയറിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ളത് കിട്ടുമല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. പുറത്തും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല, എപ്പോഴും കാണുന്നില്ല, കുറേ വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ല. അകത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അതുപോലെ സിറ്റ് ഔട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ, അതും നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ വീട്. അതിൽ സൈഡിലുള്ള വഴികളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ. മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് വൈഡ് ആംഗിളിൽ എടുക്കുമ്പോൾ നന്നായിട്ട് ഉണ്ട്. എനിക്ക് മേലെ നിന്ന് കാണുമ്പോൾ തോന്നിയാ നല്ല ഉണ്ടല്ലോ. പിന്നെ മതിലിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. മതിലിന് പെയിൻ്റ് അടിക്ക് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ സൈഡിലൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുന്നത് മതിലിൻ്റെ മേലെ. അപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് പൂഴിയും കാര്യങ്ങളൊക്കെ മുറ്റത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് കഴിയാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് എടുത്തതാണിത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് കയറിയ ഉടനെ കാണുന്നത് ഇതാ ലിവിംഗ് റൂം അഥവാ ഹാളാണ്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ്, വലിയ ഹാളൊന്നുമല്ല. പിന്നെ ഈ ചെയർ സോഫസ് ഒക്കെ ഇങ്ങനെ ഇട്ടത് കൊണ്ട് കുറച്ച് സ്പേസ് കുറവാണ്. ഇത് നേരെ മാത്രമാകുമ്പോൾ കുറച്ചും കൂടെ സ്ഥലം കിട്ടൂലേ. ഇതിങ്ങനെ ഇട്ടതുകൊണ്ട് കുറച്ച് കുറവാണ്. പിന്നെ എന്താ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാ അമ്മേൻ്റെ അച്ഛൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതാ കുറേ ചെറുപ്പത്തിലുണ്ടായ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഏട്ടനുണ്ടായ പിന്നെ ഉള്ളതാവുന്നു അങ്ങനെയുള്ള ഫോട്ടോസ്. ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് ഏട്ടൻ ചെറിയ വാവയായിരിക്കുമ്പോഴുള്ള ഒരു ഫോട്ടോ. അങ്ങനെ കുറേ ഷെൽഫിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നിച്ചൂട്ടി ഇപ്പം കരയുമ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയാൽ ഇതാ ടുട്ടുപ്പട്ടി ഇതാണെന്നുള്ള പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ നോക്കിക്കോ. ഇപ്പം നിച്ചുവിൻ്റെ പ്രധാന ഏരിയ ആണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവിടെ TV ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് TV സ്റ്റാൻഡ് ഉണ്ട്. അതിൻ്റെ താഴെ ഇതാ ഫോട്ടോ. ഈ ഫോട്ടോസൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഞാനും അമ്മയും കൂടെ സെയിം കളർ സാരിയൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ട്. ഇതാ നമ്മുടെ എൻ്റെ ഏട്ടൻ്റെ കല്യാണ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന് മുന്നേ ഉള്ള വേറൊരു ഫോട്ടോ. അതുണ്ട്. അത്രയേ ഉള്ളൂ. മെയിനായിട്ട് വേറെ ഹാളിൽ കാര്യമായിട്ടൊന്നുമില്ല.
പിന്നെ സോഫ, ടീപ്പോയി, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഹോം ടൂർ മുന്നേ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. വെറുതെ നിങ്ങളൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ ഹാളിൽ മെയിനായിട്ടുള്ളതാണ് ഇതാ, ഇത് നിച്ചുട്ടീൻ്റെ ഊഞ്ഞാല്, സാരി തൊട്ടിൽ. നമ്മൾ റൂമിൽ തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ തന്നെ നിൽക്കുന്ന ആൾ മാത്രമല്ലേ കാണൂ. ഇപ്പോൾ ഹാളിൽ നിച്ചുവിനോട് കിടത്തി കഴിഞ്ഞാൽ, ഉറങ്ങി കിടത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൂമിലും എവിടെ ഉണ്ടെങ്കിലും നിച്ചുട്ടിനെ പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഹാളിൽ തന്നെയാണ് കിടത്തൽ. ഈ വഴിയിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. ഇതിലാണ് നിച്ചുട്ടി പകൽ സമയത്തൊക്കെ ഉറങ്ങാം. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരു പൂജ സ്റ്റാൻഡ് ഉണ്ട്. പൂജ റൂം സെപ്പറേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് പിന്നീട് സ്റ്റാൻഡായിട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ പൂജാ സ്റ്റാൻഡ്. പിന്നെ ഇതാ ഈ കഥകളിയുടെ ഇതാണ് നിച്ചുട്ടിന് ഭയങ്കര ഇഷ്ടം. ഇപ്പം നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കിയാൽ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ റൂമിലും ഓരോ സാധനങ്ങളുണ്ട് നിച്ചുവിന് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിച്ചുട്ടിയുടെ ഇഷ്ട സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ ഹാളിൽ പറയാൻ വേണ്ടിയിട്ട്. ഇതാ അവിടെ ഒരു വാൾ സ്റ്റിക്കർ ഉണ്ട്, അത് കാണിക്കാൻ മറന്നുപോയി. ഇതാ കുറേ പക്ഷികൾ ഇരിക്കുന്നതും പറക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കർ. ഇത് നമ്മുടെ കല്യാണത്തിന് ആ സമയത്തേ ഉള്ളതാണ്. ഒരു 3 കൊല്ലം ഏകദേശം ഇത് ഒട്ടിച്ചിട്ട്. നല്ല എല്ലാവരും വന്നവരൊക്കെ പറയാറുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ 2 ബ്ലാക്ക് ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് അതിന് കറക്റ്റായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നല്ല സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹാള്. പിന്നെ ഹാളിൽ നിന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂം ഹാളിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി താഴെയുള്ള ഓരോ റൂംസും ഒന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഓഫീസ് റൂം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. ഏട്ടൻ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ റൂമിൽ നിന്നാണ്. ഡെലിവറിക്ക് മുന്നേ വരെ ഞാൻ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നതും എൻ്റെ ബുക്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് തന്നെയാണ്. ഇപ്പം പിന്നെ പ്രിപ്പറേഷനൊക്കെ തോന്നിയ പോലെ നിച്ചുട്ടിയുടെ സൈഡിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. ഇവിടെയാണ് നമ്മൾ പ്ലേ ബട്ടണൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാ മുന്നേ കാണിച്ചു തന്നെയല്ലേ. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സോഫ, ടീപ്പോയി അതൊക്കെ ഉണ്ട്. പിന്നെ പ്രിൻ്ററും ഓഫീസ് റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ കാണിച്ചതല്ലേ. നിച്ചുട്ടിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടമായ ഒരു ഫോട്ടോ ആണ് ഇത്. ഇപ്പം പിന്നെ ഇതിനോട് വലിയ മൈൻഡില്ല. ചെറുതുണ്ടാകുമ്പോൾ ഇത് കാണുമ്പോൾ അത് നോക്കി ചിരിക്കും. ഇപ്പം അത് മടുത്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓഫീസ്. ഈ റൂമിൽ ഒരു ബാത്റൂം ഉണ്ട് സൈഡിലായിട്ട്. പിന്നെ നമുക്കിത് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഈ റൂമിലേക്ക് കയറാനും പറ്റും. ഹാൾ വഴിയും വരാം, സിറ്റ് ഔട്ടിൽ നിന്ന് നേരെയും വരാം. അങ്ങനെയുള്ള രീതിയിലാണ് ഓഫീസ് റൂം ഉള്ളത്. അപ്പോൾ നമുക്ക് താഴെയുള്ള ഒരു മെയിൻ ബെഡ്റൂം നോക്കാം. അപ്പോൾ ഇതാണ് താഴത്തെ ഒരു മെയിൻ ബെഡ്റൂം. ബെഡുണ്ട്, കട്ടിലുണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട് സൈഡിലായിട്ട്. പിന്നെന്താ ഡ്രസ്സിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് വേറൊന്നും പറയാനൊന്നുമില്ലല്ലോ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളതാണ്. കർട്ടനൊന്നും ഇട്ടിച്ചില്ല. നമുക്ക് റൂമിൽ കർട്ടൻ ഇടുന്ന ഇഷ്ടമില്ല, നല്ല ലൈറ്റ് വേണമെന്ന് പറയും. അതുകൊണ്ട് ഈ റൂമിൽ മാത്രം അമ്മ കർട്ടൻ ഇടാൻ വിട്ടിച്ചില്ല. അതുകൊണ്ട് ഇതാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം. ബെഡിൻ്റെ സൈഡിലായിട്ട് തന്നെ അച്ഛൻ്റെ കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് പെട്ടെന്ന് തന്നെ അതൊക്കെ നോക്കിയിട്ട് ആക്കാനും പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെച്ചതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് താഴെയുള്ള സെക്കൻഡ് ബെഡ്റൂം. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നേരത്തെ കാണിച്ചത് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഇത് നമ്മളെ ബെഡ്റൂം കം നമ്മുടെ സ്റ്റുഡിയോ ആണ്. ഇതാ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ മൈൽസ്റ്റോണിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ മേലെന്ന് എടുത്തേ. ബാക്കി എല്ലാ ക്ലാസ്സുകളും ഇതാ ഇവിടെ നിന്നിട്ടാണ് വെൽക്കം ടു മൈൽസ്റ്റോൺ പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇതാ ബ്ലൂ അതിന് വേണ്ടിയിട്ട് അടിച്ചതാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ബ്ലൂ കളർ ബോർഡ് വൈറ്റ് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൾ മാത്രം ബ്ലൂ അടിച്ചത്. ഇതാണ് നമ്മളെ ബോർഡ്. ഈ ഒരു ഡ്രീം ക്യാച്ചർ നിച്ചുവിന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ്. നിച്ചുവിക്ക് ഇഷ്ടമാണ് ഇത് കാണാൻ. അതുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതെടുത്ത് പുറത്ത് വെക്കും. ബാക്കിയുള്ള സമയത്ത് നിച്ചുവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ നിച്ചുട്ടി വന്നതിന് ശേഷം അല്ല, എനിക്കൊരു 8 മാസം മുതൽ നിച്ചുട്ടിക്ക് 3 മാസം ആവുന്നത് വരെ നമ്മൾ ഇവിടെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഈ റൂമാണ് യൂസ് ചെയ്തത്. മേലെ പോയില്ല. നിച്ചുവിന് 3 മാസം കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് പോയത്. അതുകൊണ്ട് നിച്ചുട്ടിയുടെ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പകൽ ഫുള്ള് നിച്ചു ഇവിടെ തന്നെയാണ്. രാത്രി മാത്രം ഉറങ്ങാൻ മാത്രമേ നമ്മൾ മേലേക്ക് പോകുള്ളൂ. ഇതാ ബെഡും ഉണ്ട്, ഷെൽഫുണ്ട്. പഴയ എത്രയോ വർഷം പഴക്കമുള്ള ഷെൽഫ്. അച്ഛൻ എപ്പോഴും പറയും എത്ര വർഷം എന്ന് കറക്റ്റ് മറന്നുപോയി. എത്രയോ പണ്ട് ആദ്യം വാങ്ങിച്ച ഷെൽഫാണ് അത്. അച്ഛൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബെഡും കാര്യങ്ങളും. നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ക്യാമറയും ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴെയുള്ള ബെഡ്റൂംസ് ഇത്രയാണ്. ഇനി നമുക്ക് ഡൈനിങ് റൂം കാണാം, എനിക്ക് ലാസ്റ്റ് കിച്ചൺ കാണാം. അപ്പോൾ വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. നമ്മൾ എല്ലാ വീഡിയോസിലും ഫുഡ് കഴിക്കുമ്പം കാണിക്കുന്ന റൂം തന്നെയാണ്. ഇതാ
ഡൈനിങ് ടേബിൾ ഉണ്ട്, ചെയർസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ 2 ഫോട്ടോസ് ഉണ്ട് ഇവിടെ, വാൾ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, വാഷ് ബേസിനുണ്ട്. പിന്നെ ഇൻവെർട്ടറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, ബാറ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. ഇനി നമ്മുടെ കിച്ചൺ. കിച്ചണും നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല. കഴിഞ്ഞ നെനിച്ചൂട്ടിയുടെ ചോറൂണിൻ്റെ തലേ ദിവസത്തെ വ്ളോഗിലൊക്കെ ഫുള്ള് കിച്ചൺ തന്നെയായിരുന്നു. നമ്മൾ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം കിച്ചൺ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കിച്ചൺ. ഞാൻ ഭയങ്കര നീറ്റാക്കിയിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ എപ്പോഴും കാണുന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിള്, 2 ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക. അപ്പുറം പോയിട്ട് കഴിക്കലെല്ലാം കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്നുകിൽ ഹാളിൽ നിന്ന് TV ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കും, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് കഴിക്കും. പെട്ടെന്ന് കഴിക്കാമല്ലോ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളും. ഇവിടെ ഒരു അൽമാറയുണ്ട്, അതിനകത്ത് കുറേ ഗ്ലാസ്സും നമ്മുടെ കുപ്പി ഗ്ലാസ്സുകൾ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കോപ്പകൾ, ഗ്ലാസ് കോപ്പകൾ, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജ് ടൂറൊക്കെ ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഈ സൈഡിലും അതുപോലെ തന്നെ പാത്രങ്ങൾ, ഒരു വാഷ് ബേസ് ഉണ്ട്. നോർമൽ അടുപ്പ് അവിടെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യലില്ല, ഗ്യാസ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അടുപ്പ് അവിടെ ഉണ്ട്. പിന്നെ ഫാൻ ഉണ്ട്, അടുക്കളയിൽ ഫാൻ വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യുന്നത് ഇടുന്നല്ല കേട്ടോ, വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ ഗ്യാസ് സ്റ്റൗവും അടുപ്പ് ഗ്യാസ് കുറ്റിയൊക്കെ വർക്ക് ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുക്ക് ചെയ്യുന്നത് പുറത്തുനിന്നാണ്. ഇവിടുന്ന് ബാക്കി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൊണ്ടക്കലും ഫുഡ് കഴിക്കലും മാത്രമാണ് കിച്ചണിന് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ സൈഡിലായിട്ട് തന്നെ ഒരു കുഞ്ഞ് സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ, ചെറിയ റൂം. നമുക്ക് അരിയും സാധനങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സ്റ്റോർ റൂം, ചെറുതാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റോർ റൂം, മൊത്തത്തിലുള്ള കിച്ചൺ. ഇനി നമുക്ക് വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കിംഗ് സ്പേസ്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് അകത്ത് കൊണ്ട് വെക്കുന്നത്. ഇതാ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിൻ്റെ അടിയിലായിട്ടാണ് വെക്കുന്നത്. ഇവിടെ ഒരു അൾമാറയുണ്ട്, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പെട്ടെന്ന് ആവശ്യമുള്ളതൊക്കെ കുറച്ചാക്കിയിട്ട് ബോക്സിൽ ഡബ്ബയിലാക്കി ചൂടൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ കറി പൗഡറുകൾ, പഞ്ചസാര, ഉപ്പ്, പാൽപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവെക്കും. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരു പഴയ TV സ്റ്റാൻഡ് ഉള്ളിലുണ്ടായത് അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനും അതിനൊക്കെ വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ബാത്റൂമും ടോയ്ലറ്റും 2 സൈഡിലായിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യലില്ല. ഇവിടുന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ട് അത് രണ്ടും അടച്ചിട്ടിട്ടല്ലേ, ബാക്കിയെല്ലാ റൂംസിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും യൂസ് ചെയ്യലില്ല. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീനും കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വർക്ക് ഏരിയയിൽ. കാര്യമായിട്ട് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ താഴത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടില്ലേ, ഇനി നമുക്ക് മേലേക്ക് പോവാം. മേലേക്ക് ഓൾറെഡി കയറിയിട്ടുണ്ട്. ഇതാ മേലെ കയറുമ്പം തന്നെ 2 ആൾ ഇവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാ 2 സൈഡിലും ഓരോരാളുണ്ട്, 2 മുകളിൽ. അപ്പോൾ മേലെ കയറുമ്പം തന്നെ ഇതാ ഉള്ളത് ഹാളാണ്. അപ്പോൾ കയറി വരുമ്പം തന്നെ ഇതാ ഇവിടെ ഒരു ആർച്ചും 2 തൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വീട് എടുക്കുന്ന സമയത്ത്, പിന്നീട് മുകളിലേക്ക് കൂട്ടിയെടുത്തതാണ് ഈ മേലത്തെ ഭാഗം മൊത്തം. അപ്പോൾ ഇതാ കുറച്ച് വലിയ ഹാളാണ് മുകളിലുള്ളത്. നമ്മൾ അധികം സാധനങ്ങളൊക്കെ വെക്കാത്തതുകൊണ്ട് നല്ല സ്ഥലമുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് കട്ടിലിട്ടിട്ടുണ്ട്, സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സോഫ, താഴത്തേൻ്റെ പെയർ ഒന്ന് മേലെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടും ഒരു 2 സോഫാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫോട്ടോ വാളാണ്, മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കല്യാണ ഫോട്ടോ, അച്ഛൻ്റെ അമ്മേൻ്റെയും കല്യാണ ഫോട്ടോ, ഇതൊക്കെ നമ്മൾ ബോംബെയിൽ പോയ സമയത്തുള്ള കുറച്ച് ഫോട്ടോസ്, പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയും കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ഫോട്ടോസ്, അങ്ങനെയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് ആക്കുന്നത്ര ശരിക്കും ജസ്റ്റ് കുറച്ച് വെച്ചത്ര, ഇത് ഫോട്ടോ വാളെന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക പിന്നീട് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ടൈലറിങ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മെഷീനാണ്, മുന്നേ ടൈലറിങ് പഠിക്കുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തൽക്കാലത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്, അത് നീറ്റായിട്ട് എടുത്ത് വെക്കണം. അത്രേ വലിയൊരു ടെഡി ബിയർ ഉണ്ട്, അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മേലെയുള്ള ഹാള്. മേലെ നമുക്ക് മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. ആദ്യം നമ്മളെ ബെഡ്റൂം. നല്ല ചൂടുണ്ട് കേട്ടോ, മേലെ ഭയങ്കര ചൂടാണ്. രാത്രി മാത്രം ഉറങ്ങാൻ മാത്രമേ വരാൻ പറ്റൂ സത്യം പറഞ്ഞാൽ, പകലൊക്കെ ഭയങ്കര ചൂട്, അതുകൊണ്ട് ഇങ്ങനെ വേർത്ത് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബെഡ്റൂം.
ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്യണം എന്നെല്ലാം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേക്ക് ഓവർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കർട്ടൻസ് വരെ മാറ്റിയിട്ടൊന്നുമില്ല. ബെഡുണ്ട്. നീച്ചൂട്ടിക്ക് നെറ്റ് കിട്ടിയത് നമ്മൾ അന്ന് നൈറ്റ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ആ നെറ്റ് തൽക്കാലത്തേക്ക് സൈഡിലേക്ക് അഴിച്ചു വെച്ചിട്ടുള്ളതാണത്. പിന്നെ നമ്മുടെ ഫോട്ടോസ് കുറച്ച് എൻ്റെ ഏട്ടനെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇത് കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ വെച്ചതാണ്. ഇതാ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഇതാ ഇവിടെയുണ്ട്. അങ്ങനെ 2-3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ബെഡിൻ്റെ മുകളിലായിട്ട്. ഇതൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ ചെയ്തതാണ് കേട്ടോ. ഇതാ ഒരു മരത്തിൻ്റെ ചില്ല പോലെയുള്ളത്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പൂച്ചക്കുട്ടി. ഇത് മരത്തിൻ്റെ ചില്ലയിൽ പിടിച്ച് തോന്നുന്ന പൂച്ചക്കുട്ടി, അത് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ. ഇവിടെ ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ ടേബിൾ അയൺ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് എൻ്റെ ഏട്ടൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. വാർഡ്രോബ് ഉണ്ട്, ഷെൽഫുണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് സൈഡിലായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇപ്പം ഇപ്പം മെയിനായിട്ട് നിച്ചൂട്ടീൻ്റെ റൂം എന്ന് പറയാം. നമ്മളത് എന്നുള്ളതിൻ്റെ പോയില്ലേ. അപ്പോൾ ഇതാണ് നിച്ചൂട്ടീൻ്റെ റൂം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മേലെയുള്ളത്. ഏട്ടൻ്റെയും ഏടത്തിയുടെയും ബെഡ്റൂമാണ്. വലിയൊരു റൂമാണ്. നമ്മളിവിടെ വെച്ചിട്ട് ഏറ്റവും വലിയ റൂമാണ് ഇത്. ബെഡും ഡ്രസ്സിങ് ടേബിള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം നമ്മൾ ഫിക്സ് ചെയ്തതാണ്. ഏട്ടൻ്റെയും ഏടത്തിയുടെയും ഫോട്ടോ വെച്ചിട്ട് സേവ് ദ ഡേറ്റിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. അത് വലിയതാക്കിയിട്ട് കാണുന്ന രീതിയിൽ നേരെ കയറുമ്പം തന്നെ കാണുന്ന രീതിയിലൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അറ്റാച്ച്ഡ് ആണ്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ മേലത്തെ 3rd ബെഡ്റൂമാണിത്. ഇത് നമ്മളിപ്പം ആരും യൂസ് ചെയ്യുന്നില്ല. തൽക്കാലം അത്യാവശ്യത്തിനൊക്കെ ഉച്ചക്കൊക്കെ വന്നിട്ട് കുറച്ച് സമയം അച്ഛനൊക്കെ കിടക്കും, അത്രയേ ഉള്ളൂ. എപ്പോഴും ആരും കിടക്കുന്നില്ല. 2 ഷെൽഫ്, പഴയ 2 ഷെൽഫുണ്ട്. അത് ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഉപയോഗിക്കാത്ത ഡ്രസ്സസ്സൊക്കെ കൊണ്ടുവെക്കാമല്ലോ, അമ്മേൻ്റെ സാരീസൊക്കെ. ഇപ്പോൾ മഴയായതുകൊണ്ട് അയൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. വാവേൻ്റെ തുണിയൊക്കെ ഉണങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ജസ്റ്റ് കെട്ടിയതാണ്. പിന്നെ ഒരു സിംഗിൾ ബെഡുണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, അത്രയേ ഉള്ളൂ. പിന്നെ വാക്വം ക്ലീനറും കാര്യങ്ങളൊക്കെ തൽക്കാലം നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, മുകളിൽ ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ റൂം. അപ്പോൾ നമ്മൾ ഹോം ടൂറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മേലെയുള്ള സിറ്റ് ഔട്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് ഈ ആട്ടുകട്ടിലാണ്. ഇവിടെ ഈ ഒരു സമയത്ത് സന്ധ്യക്കൊക്കെ വന്നിരിക്കാൻ, അതുപോലെ രാത്രിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. ഇങ്ങനെ ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ വന്നാൽ ആദ്യം മേലേക്കാണ് ഓടുക, ഇതിലിരുന്ന് ആടാൻ വേണ്ടിയിട്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ സൈഡിലിരിക്കാനും പറ്റും, ആട്ടുകട്ടിലും ഉണ്ട്. ഇവിടെ ഒരു റാന്തൽ വിളക്ക് കൊടുത്തിട്ടുണ്ട്. അന്ന് ഏതൊരു വീഡിയോ ചെയ്തപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓൺലൈൻ വാങ്ങിയതാണോ എന്ന്. അല്ല, ഇത് ഓൺലൈൻ എന്നല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ രാത്രിയാകുമ്പോൾ ബ്ലൂ ലൈറ്റ്സൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ബ്ലൂ ലൈറ്റൊക്കെ കത്തുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ പകലിട്ടിട്ട് കാര്യമില്ല, കാണൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേലത്തെ സിറ്റ് ഔട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോം ടൂർ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലാം കൂടെ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ കൂടുതൽ വീഡിയോസിലായിട്ട് നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാം. ആദ്യം പറഞ്ഞ യെല്ലോ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുക്കുക. അതുവഴി ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി. അത് നോക്കിയിട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ക്ലാസ്സസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം.